റെഗുലർ ആയിരുന്നില്ല. സ്കൂളിൽ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോഴത്തേക്കും എന്നെ എല്ലാവരും കളിയാക്കൊക്കെ ചെയ്യുക. എനിക്ക് PCOD ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇനി അങ്ങനെ വിട്ടു. പക്ഷെ വീട്ടിൽ അമ്മയുടെ ഒക്കെ പറഞ്ഞപ്പം ജസ്റ്റ് ഒരു ഡോക്ടറെ കണ്ട് ഞാൻ ഇടയ്ക്ക് ടാബ്ലറ്റ് ഒക്കെ എടുത്തു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. കോംപ്ലിക്കേഷൻസ് ചിലപ്പം നമ്മുടെ ഭാവിയിൽ കുട്ടികളുണ്ടാകാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ക്യാൻസറിന്റെ പ്രശ്നങ്ങളൊക്കെ വരാം, പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാം, ഉണ്ടാവാൻ പറ്റുമോ, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ ഞാൻ ഒരു പ്രായത്തിൽ ഞാൻ ചിന്തിച്ചു. പിന്നെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് കല്യാണത്തിന്റെ ആലോചനകളായി. പിന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ഞാൻ. പിന്നെ എനിക്ക് എന്റെ പാർട്ട്ണറായി വന്നത് ഒരു ആയുർവേദ ഡോക്ടറാണ്. അങ്ങനെ ഞങ്ങളൊരു ജോലിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ചൈനയിലോട്ടും അത് അവിടുത്തെ ലൈഫ് സ്റ്റൈൽ, അവരെങ്ങനെ ജീവിക്കുന്നത്, അവരുടെ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പൊ മുന്നോട്ട് പോകുന്ന അവരുടെ എക്സസൈസ്, പിന്നെ അവരുടെ ഫുഡ് അവര് നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എനിക്കും അങ്ങനെ ഒരു ഫോളോ ചെയ്യാനുള്ള ഒരു മനസ്സ് വന്നത് തന്നെ അവിടെ എത്തിയിട്ട് തന്നെ. പിന്നെ അങ്ങനെ എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ യോഗയിലൂടെയും പിന്നെ അവിടുത്തെ ഡയറ്റൊക്കെ നോക്കി ഞാൻ എന്റെ വെയിറ്റ് കുറയ്ക്കുകയും പിന്നെ അവിടുത്തെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എനിക്ക് ഇവനെ കൺസീവ് ആയി. എനിക്കിപ്പോ ഒരു കുഞ്ഞുണ്ട്, 2.5 വയസ്സാവുന്നു. ഈ സമയത്ത് എനിക്കൊന്നും അറിയില്ല. ഇപ്പോഴത്തെ കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് അറിയാൻ പറ്റും. പക്ഷെ അതെല്ലാം ഇങ്ങനെ വിടുന്നവരുണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയതുകൊണ്ടാണ് ഞാൻ ഫിമോറ എന്നൊരാശയം മനസ്സിൽ കണ്ടു തുടങ്ങിയത്.